നമസ്കാരം. ഗസയിലെ ആൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഡെയിലി മെയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ജുസൂർ ന്യൂസ് ഗാസയിൽ നിന്ന് ശേഖരിച്ച കുട്ടികളുടെ ചിത്രീകരിച്ച മൊഴികളും റിപ്പോർട്ടിനൊപ്പമുണ്ട്. ഹമാസിന്റെ ക്രൂരതയ്ക്കിരയായ 2 കുട്ടികളുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ 9ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ തങ്ങളുടെ ദുരനുഭവങ്ങളെക്കുറിച്ച് പേര് വെളിപ്പെടുത്താതെ തന്നെ വിവരിക്കുന്നു. അതിൽ ഒരു കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അസർ നമസ്കാരത്തിന് മുമ്പായി ഞാൻ പള്ളിയിൽ ഖുർആൻ പഠിക്കാൻ പോയതായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് എൻ്റെ കൂടെ വരൂ, നിനക്കൊരു നല്ല സമ്മാനം തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ശുചിമുറിയിലേക്കായിരുന്നു. എൻ്റെ പാൻ സൂരി എന്നെ ഉപദ്രവിച്ചു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. പിന്നീട് വല്ലാതെ കരഞ്ഞു പോയെന്ന് ആ കുട്ടി വെളിപ്പെടുത്തി. പിതാവിനോട് ഇത് പറയരുതെന്ന് ഷെയ്ഖ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ആ കുട്ടി വെളിപ്പെടുത്തി. പീഡനത്തിനിരയായ 10 വയസ്സുകാരൻ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: താൻ പള്ളിയിൽ ആദ്യം എത്തുന്ന കുട്ടിയായിരുന്നുവെന്നും എന്നാൽ ഒരു ദിവസം അവിടുത്തെ ഷെയ്ഖ് തന്നെ മുകളിലത്തെ നിലയിലേക്ക് അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ മുകളിലേക്ക് പോയി. അയാൾ എൻ്റെ പാൻസ് അഴിക്കുകയും എന്നോട് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പള്ളിയിലെ ജീവനക്കാരിൽ ഒരാൾ പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്നപ്പോൾ മാത്രമാണ് ആ ഉപദ്രവം അവസാനിച്ചത്. ഞാൻ വേഗം പാൻസ് ധരിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ആ കുട്ടി പറഞ്ഞു. ഞാൻ പിന്നീട് പള്ളിയിൽ പോകുന്നത് നിർത്തി. പക്ഷേ അയാൾ ഒരുപാട് കുട്ടികളോട് ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടുവെന്നും അവൻ കൂട്ടിച്ചേർത്തു. ഖാൻ യൂനിസിലെ ഒരു പള്ളിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിനിരയായ മൂന്നാമതൊരു കുട്ടിയുടെ 42 വയസ്സുള്ള പിതാവും തൻ്റെ മകൻ നേരിട്ട അനുഭവം പങ്കുവച്ചു. നിങ്ങളുടെ മകൻ രക്തമൊലിപ്പിച്ച് ശരീരമാസകലം ചതവുകളോടെയാണ് വീട്ടിലെത്തിയതെന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് താൻ ജോലി സ്ഥലത്ത് നിന്ന് ഓടി വീട്ടിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറയുന്നു. വീട്ടിലെത്തി മകനോട് ഈ പരിക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. പള്ളിയിലെ പ്രധാന ഇമാമാണ് ഇത് ചെയ്തതെന്ന് മകൻ വെളിപ്പെടുത്തി. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ പീഡകനെ നേരിടാൻ പള്ളിയിലേക്ക് പോയതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എങ്ങനെ ഇത് എൻ്റെ മകനോട് ചെയ്യാൻ തോന്നിയെന്ന് ഞാൻ ഇമാമിനോട് ചോദിച്ചു. എന്നാൽ കുട്ടി അയാളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും അയാൾ ആ ആരോപണം നിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇമാം തന്നെ ഭീഷണിപ്പെടുത്തി: ഞാൻ നിന്റെ അടുത്തേക്ക് അൽ ഖസം ബ്രിഗേഡിനെ അയക്കും, അവർ നിന്നെ വെടിവെച്ചു കൊല്ലും, നീ ഇസ്രായേലിലെ ചാരനാണെന്ന് ഞങ്ങൾ പറയുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. ആ സംഭവത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ രാത്രിയിൽ ഖസം അംഗങ്ങൾ വീട്ടിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇനി ഒരു വാക്ക് വേണ്ടിയാൽ നിന്റെ കാലിന് ഞങ്ങൾ വെടിവെക്കും, നിന്നെയും നിന്റെ കുടുംബത്തെയും അടിച്ചു കൊല്ലും, ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അയാൾ വെളിപ്പെടുത്തി. അതേസമയം ദേർ അൽ ബലാഹ് നിവാസിയായ 39 വയസ്സുള്ള മറ്റൊരു പിതാവ് തൻ്റെ മകനെ ഒരു ഇമാം പീഡിപ്പിച്ചതായി വെളിപ്പെടുത്തി. കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ആ ഇമാം തൻ്റെ മകനെയും മറ്റു കുട്ടികളെയും ഉപദ്രവിച്ചിരുന്നത്. ആ കാര്യങ്ങൾ അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതാണ്. അതിനാൽ അത് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ പക്കലുള്ള തെളിവുകൾ അദ്ദേഹം ഹമാസ് സുരക്ഷാ വിഭാഗത്തിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പരാതി പിൻവലിക്കാനായിരുന്നു അവർ നിർബന്ധിച്ചത്. പരാതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേൽ ചാരനായി മുദ്രകുത്തി കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. ഗാസയിൽ ആൺകുട്ടികളിൽ ഭയം ജനിപ്പിക്കാനും പിന്നീട് അവരെ ഹമാസിൽ ചേരാൻ നിർബന്ധിക്കാനുമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. അനാഥരായ കുട്ടികളും വിവാഹിതരാകാത്ത സ്ത്രീകളും ഹമാസിന്റെ പീഡനത്തിനും ചൂഷണത്തിനും ഇരയാകുന്നതായി ഞങ്ങൾ കണ്ടെത്തി. ദൗർഭാഗ്യവശാൽ ഇത്തരം ഒരുപാട് കഥകൾ തങ്ങൾ കേട്ടതായി ജുസൂർ ന്യൂസിന്റെ വക്താവ് ഡെയിലി മെയിലിനോട് വെളിപ്പെടുത്തി. ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ പുതിയതല്ല. പ്രദേശവാസികൾക്കിടയിൽ ഇത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ നിയമങ്ങളും മാനഹാനി ഭയന്നും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഒരു വിലക്കപ്പെട്ട വിഷയമായി അവിടെ തുടരുകയാണ്. ഗസയിൽ നിന്ന് പലായനം ചെയ്ത എഴുത്തുകാരനായ ഹംസ അബു ഹൗവിദി പറയുന്നത് ഹമാസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം പീഡനങ്ങൾ അത്രയധികം വ്യാപകമാണെന്നും അറബിയിൽ ഇതിനെ സൂചിപ്പിക്കാൻ ടെന്നീസ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ മോസ്ക് ടെന്നീസ് പ്ലേയേഴ്സ് എന്നൊരു പദം തന്നെ ഉണ്ടെന്നുമാണ്. മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാനാണെന്ന് വിശ്വസിപ്പിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കാനാണ് തങ്ങൾ ഈ പദം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ ഹമാസ് ഭീഷണി മുഴക്കുന്നതിനാൽ ഈ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ എന്നും ജുസൂർ വക്താവ് പറയുന്നു. മിഡിൽ ഈസ്റ്റിലും വടക്കൻ ആഫ്രിക്കയിലുമായി 70-ലധികം ഫുൾ ടൈം മാധ്യമ പ്രവർത്തകരും എഡിറ്റർമാരും പ്രവർത്തിക്കുന്ന ഒരു പാൻ അറബ് സർക്കാരിതര വാർത്താ ഏജൻസിയാണ് ജുസൂർ ന്യൂസ്.